ഹായ്, അപ്പോൾ നമ്മൾ SLCയുടെ സെക്കൻഡ് മൊഡ്യൂളാണ് പറയാൻ പോകുന്നത്. കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ. അപ്പോൾ ഈ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് നമ്മൾ ആകെ പഠിക്കുന്നത് 5 റിയാക്ഷൻസും 3 ഓർഗാനിക് കോമ്പൗണ്ട്സും ആണ്. അപ്പോൾ ഏതൊക്കെയാണ് 5 റിയാക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. നമുക്കറിയാം കാർബണിന് 4 പേരെ പിടിച്ചു നിർത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അല്ലേ. അതായത് കാർബൺ ആണെങ്കിൽ ഇവിടെ ഒരു ഹൈഡ്രജനെ പിടിക്കാം, ഇവിടെ ഒരു ഹൈഡ്രജനെ പിടിക്കാം, ഇവിടെ ഒരു ഹൈഡ്രജനെ പിടിക്കാം, ഇവിടെ ഒരു ഹൈഡ്രജനെ പിടിക്കാം ഇല്ലേ. ഇങ്ങനെ എഴുതുന്നത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് നെയിമിങ്ങും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ട് വരാം. അപ്പം ഈ ചാപ്റ്ററിലേക്ക് ഇങ്ങനെ കുറേ കാർബൺ കോമ്പൗണ്ട്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ റിയാക്ഷൻസിൽ കൂടെ നമുക്കൊരു പുതിയ കോമ്പൗണ്ട്സ് കിട്ടും. അതിന്റെ നെയിമിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് റിയാക്ഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ പേര് പോലെ തന്നെ ഒരാൾക്ക് പകരമാകുക. ഫോർ എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും സ്പോർട്സ് ഇഷ്ടമാണ് അല്ലേ. അപ്പൊ ഈ സ്പോർട്സിനകത്ത് ഞാൻ ഫുട്ബോൾ ആണ് പറയുന്നത്. അപ്പോൾ ഫുട്ബോളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്ലെയറിന് എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യും അല്ലേ. അല്ലാതെ ഗെയിം നിർത്തി വെച്ചിട്ട് പിന്നെ ആ പ്ലെയറിന് ഓക്കെ ആകുമ്പോഴാണ് ചെയ്യുന്നത്. അല്ല, ആ പ്ലെയറിന് എന്തെങ്കിലും ഇഞ്ചുറി വരുമ്പോൾ നമ്മൾ ആ പ്ലെയറിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് പുതിയ ഒരാളെ കൊണ്ടുവരും. അതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. അതിന് നമ്മൾ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലെയർ ആണ് അദ്ദേഹം എന്ന് പറയത്തില്ലേ. അതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ. ദ റിയാക്ഷൻ ആർ എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് an atom or a group of atoms is replaced with another atom or group of atoms in a compound. നമ്മൾ കെമിസ്ട്രിയിൽ പറയുമ്പോൾ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾസ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, അതായത് പവർ കുറഞ്ഞ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെ റീപ്ലേസ് ചെയ്ത് പവർ ഉള്ള ആറ്റംസോ മോളിക്യൂൾസോ ആക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കാർബണിന് 4 ആൾക്കാരെ പിടിച്ചു നിർത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന്. അതായത് ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഈ ഹൈഡ്രജൻ ഓരോന്നായി റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും റീപ്ലേസ്മെന്റ് അവിടെ നടക്കും, അത്രയും പ്രോസസ്സ് അവിടെ നടക്കും. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. വേറൊരു എക്സാമ്പിളും കൂടെ ഞാൻ പറഞ്ഞുതരാം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബെഞ്ച് എടുത്തു, ക്ലാസ് റൂമിലെ ഒരു ബെഞ്ച്. അതിൽ 4 സ്റ്റുഡൻസിന് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ 5ാമതൊരു സ്റ്റുഡന്റ് വന്നു, എനിക്ക് ഈ 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ബെഞ്ചാന്ന് പറഞ്ഞു. 4 പേര് ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പൊ ഒരാൾ പോയാൽ മാത്രമേ 5ാമത് വന്ന ഒരു സ്റ്റുഡന്റിനെ എനിക്ക് ഇരുത്താൻ പറ്റൂ. അപ്പൊ 4ാമത് ഞാൻ ഒരാളെ പുറത്താക്കുന്നു, 5ാമത് വന്ന സ്റ്റുഡന്റിനെ ഇരുത്തുന്നു. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇനി നമുക്കതിന്റെ എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് CH4 നമുക്ക് മീഥെയിൻ ആണെന്ന് അറിയാം. മീഥെയിന്റെ കൂടെ ക്ലോറിൻ ആണ് റിയാക്ട് ചെയ്യുന്നത്. മീഥെയിന്റെ കൂടെ ഏതാ, ക്ലോറിൻ. അപ്പം ഇത് ഇതേപോലെ തന്നെ പഠിക്കണം. കാര്യം ഇത് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട് 4 മാർക്കായിട്ട്. നമുക്ക് ഈ മൊഡ്യൂളിന്റെ അതായത് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എത്രയാണെന്ന് അറിയാം, 4 ആണെന്ന്. അപ്പൊ നമുക്കറിയാം കാർബൺ CH4നെ ഒരു കാർബണിന് 4 ഹൈഡ്രജനെ പിടിക്കാം. 4 ഹൈഡ്രജനെ ചുറ്റും പിടിച്ചു. Cl2നെയാണ് നമ്മൾ സിംഗിൾ ബോണ്ട് C. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് റിയാക്ഷൻ, അതായത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ളതിന് മാത്രമേ പറ്റൂ, അല്ലാതെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന് പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താണ് സാച്ചുറേഷൻ, എന്താണ് അൺസാച്ചുറേറ്റഡ് അല്ലെ. സാച്ചുറേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വരെ ഉള്ളതിനെ നമ്മൾ സിംഗിൾ ബോണ്ട് എന്നാണ് വിളിക്കുന്നത്. 2 3 വരെ ഉള്ളതിന് എന്താ, ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. അതാണ് അൺസാച്ചുറേറ്റഡ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ സിംഗിൾ ബോണ്ട്. ഈ റിയാക്ഷനിലെല്ലാം സിംഗിൾ ബോണ്ട് ആണ്, അത് നിങ്ങൾക്കറിയാം. അപ്പൊ ക്ലോറിൻ വന്നു, ഇപ്പൊ കാർബൺ വിചാരിച്ചു ഒരു ഹൈഡ്രജനെ വിടാം. അങ്ങനെ കാർബൺ എന്ത് ചെയ്തു, ഒരു ഹൈഡ്രജനെ വിട്ടു, ഒരു ക്ലോറിനെ പിടിച്ചു. അതാണ് ഈ റിയാക്ഷനിലേക്ക്. ഈ റിയാക്ഷനിൽ 4 ഹൈഡ്രജൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ 4 ഹൈഡ്രജനിലെ ഏത് ഹൈഡ്രജനെ വേണമെങ്കിലും നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ഒരു തവണ മാത്രമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ 2 ക്ലോറിൻ ഇല്ലേ, ഇപ്പൊ 2 ഹൈഡ്രജനെ റിമൂവ് ചെയ്തുകൂടെ? ഇല്ല, ഒരു തവണ ഒരാളെ എന്നുള്ള വിധം, അതായത് ഒരു തവണ ഒരാള് എന്നുള്ള വിധത്തിലാണ് ഹൈഡ്രജൻ റിമൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റിമൂവ് ചെയ്തപ്പോൾ ഒരു ക്ലോറിൻ വന്നു, ഈ ഹൈഡ്രജന്റെ സ്ഥാനത്ത് എന്ത് വന്നു, ക്ലോറിൻ റീപ്ലേസ് ചെയ്തു. എന്നിട്ട് HCl, പുറത്ത് നമ്മുടെ ഈ ഹൈഡ്രജനും Clഉം കൂടെ ചേർന്ന് HCl ആയി. ഈ HCl എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. എന്താണ് ഗ്യാസ് ആയതുകൊണ്ട് അവരവരുടെ പാട്ടിന് പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, CH4 Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ CH3Cl plus HCl. ഓർമ്മയുണ്ടല്ലോ, CH3Cl HCl. ഈ CH3Clനെ നമ്മൾ എന്ത് വിളിക്കും, നമുക്കറിയാം ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ നെയിമിങ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ. ഈ നെയിമിങ് പഠിച്ചതിൽ
മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, അത് ബേസിക് ചാപ്റ്റർ ആണ്, അത് സ്കിപ്പ് ആക്കരുത്. അതിന്റെ റെക്കോർഡ് സെഷൻ എന്തായാലും നിങ്ങൾ കാണണം. ഓക്കെ അല്ലേ? അപ്പൊ മെത്തേൻ, ഈ മെത്ത് വന്നത് എന്തുകൊണ്ടാ? ഒരു കാർബൺ ഉള്ളതുകൊണ്ടാ. ക്ലോറോ വന്നത് എന്താ? നമ്മുടെ Cl, അതായത് 1 ക്ലോറോ മെത്തേൻ എന്ന് പറയാം. ഓക്കെ ആണല്ലോ ഇത്? അടുത്തത് നമുക്ക് ഈ ക്ലോറോമെത്തേൻ ആണ് റിയാക്ഷന് പോകുന്നത്. എന്ത്? ക്ലോറോമെത്തേൻ. ഈ ക്ലോറോമെത്തേൻ വന്നു, വീണ്ടും നമ്മൾ Cl2 എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഹൈഡ്രജൻ, ഇവിടുത്തെ ഈ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തു. അപ്പൊ കണ്ടോ, ക്ലോറിൻ ക്ലോറിൻ. അപ്പൊ 2 വന്നുകൊണ്ട് നമ്മൾ ഡൈ യൂസ് ചെയ്തു, അതായത് ഡൈക്ലോറോ എത്തീൻ വന്നു. ഓക്കെ ആണല്ലോ ഇവിടം വരെ? ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു എത്ര ഹൈഡ്രജൻ ഉണ്ടോ അത്രയും തവണ റിയാക്ഷൻ നടക്കുമെന്ന്. അപ്പൊ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ. സോ 4 തവണ റിയാക്ഷൻ നടക്കും. അങ്ങനെ വരുമ്പോ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ഇതാണ്. മൂന്നാമത്തേല് നമുക്ക് കിട്ടും ട്രൈക്ലോറോമെത്തേൻ. ഈ ട്രൈക്ലോറോമെത്തേൻ എന്ന് പറയുന്നത് CH3CHCl3 ആണ്. ഈ CHCl3 എന്ന് പറയുന്നത് ക്ലോറോഫോം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലോറോഫോം എന്തിനാ യൂസ് ചെയ്യുന്നത്? പെയിൻ അറിയാതിരിക്കാൻ, അതായത് മിസ്യൂസ് ചെയ്യാതെ നമുക്ക് നല്ല യൂസിന് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ് ക്ലോറോഫോം. അതായത് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പെയിൻ എടുക്കും അല്ലെ? സർജറി ടൈമിൽ ആ പേഷ്യന്റിന് ആ സർജറിയുടെ പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലോറോഫോം യൂസ് ചെയ്യുന്നത്. സോ CHCl3 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യനിൽ. അപ്പൊ ക്ലോറോഫോം ആണത്. ഓക്കെ ആണല്ലോ? അങ്ങനെ അവസാനം നമുക്ക് എല്ലാ ഹൈഡ്രജനും അവസാനത്തെ സ്റ്റേജ് വരുമ്പോൾ 1 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, അതും നമ്മൾ ക്ലോറിൻ വെച്ച് റീപ്ലേസ് ചെയ്തു. അങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ടെട്രാക്ലോറോമെത്തീൻ വരും. എന്തുണ്ട്? CCl4 നമുക്ക് കിട്ടി. ഇപ്പൊ ഈ റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് പോവുകയാണ്. അടുത്ത രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ഇത്. ഓക്കെ, ഇത് രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്. CH3 സിംഗിൾ ബോണ്ട് CH3 പ്ലസ് Cl2. ഈ CH3 എന്താണ്? വേഗം പറ. എത്തൈൻ ആണ് അല്ലെ? CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പൊ എത്തൈൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റിയാക്ട് ചെയ്തപ്പോൾ CH3 CH2 സിംഗിൾ ബോണ്ട് ക്ലോറിൻ പ്ലസ് HCl. അപ്പൊ 1 ക്ലോറോ എത്തീൻ കിട്ടി. പിന്നെ 1 ഡൈക്ലോറോ എത്തീൻ വന്നു. കാര്യം ബ്രാഞ്ചിലേക്ക് വന്നു. നമ്മൾ ബ്രാഞ്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ 1 ഡൈക്ലോറോ എത്തീൻ വന്നു. അടുത്തത് വന്നപ്പോൾ എന്താ? 1 ഡൈക്ലോറോ എത്തീൻ റിയാക്ട് ചെയ്തപ്പോൾ 1 ട്രൈക്ലോറോ എത്തീൻ കിട്ടി. ആ ഈ കിട്ടിയിരിക്കുന്ന 1 ട്രൈക്ലോറോ എത്തീൻ ആണ് പിന്നെ റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് 1 ഡൈക്ലോറോ എത്തീൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? ഈ 1 ഡൈക്ലോറോ എത്തീൻ കിട്ടി. അത് വീണ്ടും റിയാക്ട് ചെയ്യുമ്പോഴാണ് അഞ്ചാമത്തെ സ്റ്റെപ്പായ 1 ട്രൈക്ലോറോ എത്തീൻ കിട്ടി. ഈ 1 ട്രൈക്ലോറോ എത്തീൻ വീണ്ടും റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന എന്ത്? 1 ടെട്രാക്ലോറോ എത്തീൻ. അതും നമുക്ക് കിട്ടി. ഇവിടെ കൊണ്ട് തീർന്നു? ഇല്ല, ഇനിയും നമുക്ക് ഹൈഡ്രജൻ ഉണ്ട് അല്ലെ? ഹൈഡ്രജൻ ഫുൾ റീപ്ലേസ് ചെയ്യണം. അങ്ങനെ നമുക്ക് എന്തുണ്ട്? 1 ടെട്രാക്ലോറൈഡ് ക്ലോറോ എത്തീൻ വീണ്ടും റിയാക്ട് ചെയ്ത് 1 പെന്റാക്ലോറോ എത്തീൻ വരെ കിട്ടി. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, റിയാക്ഷൻ കഴിഞ്ഞോ? വീണ്ടും നമുക്ക് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ഹൈഡ്രജൻ എല്ലാം റീപ്ലേസ് ചെയ്തോ? ഇല്ല, ഹൈഡ്രജൻ എല്ലാം റീപ്ലേസ് ചെയ്തില്ലല്ലോ. ഹൈഡ്രജൻ എല്ലാം റീപ്ലേസ് ചെയ്യണം. അങ്ങനെ അവസാനം നമുക്ക് കിട്ടുന്നതാണ് 1 ടെട്രാക്ലോറോ എത്തീൻ. ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് CH3 പ്ലസ് Cl2 റിയാക്ട് ചെയ്തിട്ട് നമുക്ക് 1 ക്ലോറോ എത്തീൻ കിട്ടണം. ഇവിടെ നിന്ന് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈ ഹെക്സാക്ലോറോ മീഥെയ്ൻ കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറയുന്ന അഡീഷൻ റിയാക്ഷൻ, അതായത് രണ്ടാമത്തെ റിയാക്ഷൻ ആയ അഡീഷൻ റിയാക്ഷൻ.
അഡീഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഒരു എക്സാമ്പിൾ, ഒരു ബെഞ്ച് എടുക്കുന്നു, അവിടെ 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളൂ, 5ാമത് സ്റ്റുഡന്റ് വന്നു, ഒരു സ്റ്റുഡന്റ് ഇറങ്ങിയാൽ മാത്രമേ പിന്നെ വന്ന സ്റ്റുഡന്റിന് ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അഡീഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അവിടെ ആരും പോകുന്നില്ല, 4 പേർക്ക് ഇരിക്കേണ്ട സീറ്റിൽ 3 പേരേ ഉള്ളൂ. അപ്പൊ പുറത്ത് നിന്ന് ആൾക്ക് കയറി ഇരുന്നൂടെ സുഖമായിട്ട് ഇരിക്കാം. അങ്ങനെ ഇരിക്കുന്നതാണ് അഡീഷൻ റിയാക്ഷൻ. അഡീഷൻ റിയാക്ഷൻസ് ആർ റിയാക്ഷൻ ഇൻ വിച്ച് unsaturated organic compounds with a double bond and triple bond combine with certain molecules to form saturated compounds. നിങ്ങൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനകത്ത് പേടിക്കേ വേണ്ട. കാര്യം എന്താ, അത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. പക്ഷേ ഈ അഡീഷൻ റിയാക്ഷനകത്ത് വരുന്നത് ഡബിൾ ആൻഡ് ട്രിപ്പിൾ ബോണ്ട് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഏത്? അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമുക്കറിയാം ഡബിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ സി ഡബിൾ ബോണ്ട് സി, ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ സി ട്രിപ്പിൾ ബോണ്ട് സി. അതായത് 2 വരയും 3 വരയുടെയും വ്യത്യാസത്തിലാണ് നമ്മൾ പറയുന്നത് കാർബണിന്റെ ഇടയിൽ. അപ്പൊ ഈ സിംഗിൾ ബോണ്ട്, ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് സി സിംഗിൾ ബോണ്ട് സി എന്നുള്ള രീതിയാണ്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ സി ഡബിൾ ബോണ്ട് സി ആയതിനു ശേഷം സി സിംഗിൾ ബോണ്ട് സി ആവും. അതായത് സി ഡബിൾ ബോണ്ട് സി ആയതിനു ശേഷം സി സിംഗിൾ ബോണ്ട് സി ആവും. ട്രിപ്പിൾ ബോണ്ടിന്റെ കേസിലാണ് പറഞ്ഞത്. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. CH2 ഡബിൾ ബോണ്ട് CH2 ഈഥീൻ, CH ട്രിപ്പിൾ ബോണ്ട് CH എത്തീൻ. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാം. ഇനി ഈ CH2 ഡബിൾ ബോണ്ട് CH2നെ ഹൈഡ്രജൻ വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു നിക്കൽ എന്ന് പറയുന്ന കാറ്റലിസ്റ്റ് ആവശ്യമുണ്ട്. എന്തിനാ കാറ്റലിസ്റ്റ്? കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിയാക്ഷൻ കുറച്ച് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയാണ് കാറ്റലിസ്റ്റ്, അല്ലെ? നമ്മൾ എന്തൊക്കെ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് നിക്കൽ, Ni, PT, PD, ഇത് 3ഉമാണ് ഹൈ ആയിട്ടുള്ള കാറ്റലിസ്റ്റ് പൊതുവെ യൂസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ നിക്കൽ എടുത്തു. ഈ നിക്കൽ എടുക്കാതെ ഇപ്പൊ നമ്മൾ ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്യാതിരിക്കുവാണെങ്കിൽ നമ്മുടെ ഹൈഡ്രജന് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ഈസിലി ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു നിക്കലിനെ ഒരു കാറ്റലിസ്റ്റ് അവിടെ കൊടുത്തത്. അതും ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഓൾറെഡി CH2 അവിടെ ഉണ്ട്, അവിടെ ഓൾറെഡി നമ്മൾ കൊടുക്കുന്ന എന്താ? ഹൈഡ്രജൻ ആണ്. 2 ഹൈഡ്രജൻ ആണ് വരുന്നത്. കാര്യം H സിംഗിൾ ബോണ്ട് H ആണ് കൊടുക്കുന്നത്. H2 എന്ന് പറയുന്നത് H സിംഗിൾ ബോണ്ട് H. അപ്പൊ ഈ ഹൈഡ്രജൻ നേരെ CH2ന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ CH3 ആകും, സിംഗിൾ ബോണ്ട് CH3. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ, അതായത് ഈ നിക്കലിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ ആസ് കാറ്റലിസ്റ്റ് വിത്ത് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ പോളിമറൈസേഷൻ ആണ്. പോളിമറൈസേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അതായത് ഒരു മുത്തുമാല എടുക്കുക, മുത്തുമാലയിലെ മുത്തുകൾ, അതിനെയാണ് നമ്മൾ മോണോമേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ മോളിക്യൂൾസിനെ നമ്മൾ മോണോമേഴ്സ് എന്ന് പറയും. എന്ത്? മോണോമേഴ്സ്. ഇനി നമ്മൾ ഈ മോണോമേഴ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു വലിയ ചെയിൻ ഉണ്ടാക്കി, അതിനെയാണ് നമ്മൾ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ലാർജ് കോംപ്ലക്സ് മോളിക്യൂൾസ്. അതായത് മോണോമേഴ്സിനെ എടുത്തിട്ട് കണക്ട് ചെയ്ത് പോകുമ്പോൾ അത് പോളിമറായി. ഈ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. The process in which simple molecules joining together to form a large complex molecules is known as polymerization. ഈ പോളിമറൈസേഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അഡീഷനും ഉണ്ട്, ഒന്ന് കണ്ടൻസേഷനും ഉണ്ട്. അഡീഷൻ എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യുക, അതായത് ആഡ് ചെയ്ത് പോകും, പക്ഷേ സെയിം മോണോമേഴ്സ് ആയിരിക്കും. എന്ത്? സെയിം മോണോമേഴ്സിനെ ആഡ് ചെയ്യുന്നതിനാണ് അഡീഷൻ പോളിമർ എന്ന് പറയുന്നത്. അപ്പൊ കണ്ടൻസേഷനോ നിങ്ങൾക്ക് നേരെ ആലോചിക്കാം അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഡിഫറെന്റ്. ഇപ്പൊ ഞാനൊരു മുത്തുമാല എടുക്കുന്ന കേസ് പറഞ്ഞല്ലോ, ഡിഫറെന്റ് മോണോമേഴ്സ്. ഈ മുത്തുമാല എടുക്കുന്ന കേസ് പറഞ്ഞു, ഞാൻ പച്ച കളറിലെ മുത്തുകൾ മാത്രം എടുക്കുന്നതാണ് അഡീഷൻ പോളിമർ എന്ന് പറയുന്നത്. അഡീഷൻ പോളിമർ എന്ന് പറഞ്ഞാൽ പച്ച മുത്തുകൾ മാത്രം വെച്ചിട്ട് ഞാനൊരു
പോളിമറിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ പച്ച, മഞ്ഞ, ചുവപ്പ് എല്ലാം മിക്സ് ചെയ്ത് കുറെ കളേഴ്സ് ഉള്ള ഒരു മാല ഉണ്ടാക്കുന്നതിന് കണ്ടൻസേഷൻ പോളിമർ എന്ന് പറയാം. അത് ഡിഫറെന്റ് പോളിമേഴ്സ് ആയിരിക്കും. പച്ച, മഞ്ഞ, നീല എല്ലാം ഇല്ലേ, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ ഈ പോളിമറൈസേഷനകത്ത് നിങ്ങൾ കാണാതെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട 2 ടേബിൾസ് ഉണ്ട്. ഒന്ന് അഡീഷന്റെയും ഒന്ന് കണ്ടൻസേഷന്റെയും. അത് അതേപോലെ തന്നെ എക്സാമിന് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ 1 മാർക്കിന് എന്ത് ടൈപ്പ് ഓഫ് പോളിമർ ആണ് അല്ലെങ്കിൽ മോണോമർ ആണ്, എന്ത് ടൈപ്പ് ഓഫ് യൂസ് ആണ് ഈ പോളിമറിന് മോണോമറിന് എന്നൊക്കെ ചോദിക്കാം. അതുകൊണ്ട് ഈ 2 ടേബിളും നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അഡീഷൻ പോളിമറിന്റെ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇത് രണ്ടും റിപ്പീറ്റഡ് അഡീഷൻ റിയാക്ഷൻ ഓഫ് മോണോമേഴ്സ്. ഞാൻ പറഞ്ഞു മോണോമേഴ്സിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത മോണോമേഴ്സ് ആയിരിക്കും വരുന്നത്, അവിടെ സെയിം മോണോമേഴ്സ് ആയിരിക്കും. അതിനാണ് അഡീഷൻ പോളിമർ എന്ന് പറയുന്നത്. ഒന്ന് ഈതീൻ വരുമ്പോൾ പോളി ഈതീൻ വരും. അതിന്റെ ഫോർമുലയാണ്, സ്ട്രക്ചറും ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം. അത് 1 മാർക്കിന്. വിനൈൽ ക്ലോറൈഡ് വരുമ്പോൾ പോളി വിനൈൽ ക്ലോറൈഡ്, അതാണ് PVC എന്ന് പറയുന്നത്, അത് നിങ്ങൾ പഠിക്കണം. ഇത് രണ്ടും അതിന്റെ എക്സാമ്പിൾസ് ആണ്. വേറെ ഒരു ടേബിൾ പോലെ ഉണ്ട്, അത് അതേപോലെ തന്നെ കാണാതെ പഠിക്കുക. ഓക്കെ, ഇനി ഇതാണ് ഞാൻ പറഞ്ഞ ടേബിള്. മോണോമർ, പോളിമർ യൂസ്. നമ്മൾ പറയും വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ PVC ആണ് വരുന്നത്. അത് നമ്മുടെ പൈപ്പ്, പ്ലാസ്റ്റിക്, ഫർണിച്ചേഴ്സ്, ക്ലോട്ടിങ്, അതായത് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സിന്റെ കോട്ടിങ്ങിന് ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈതീൻ ചോദിക്കുമ്പോൾ പോളി ഈതീൻ ആണ്. മാനുഫാക്ചറിങ് ഓഫ് ക്യാരി ബാഗ്. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ കറുത്ത ക്യാരി ബാഗ്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ബാൻ ചെയ്തേക്കുവാണ്, ഇപ്പൊ അതില്ല. ഒരു കാലത്ത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറയുന്ന പോലാണ് ഈ ബോക്സ് ഇത്രയും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ കണ്ടൻസേഷൻ പോളിമർ ആണ് പറയുന്നത്. കണ്ടൻസേഷൻ പോളിമറിനകത്ത് പറയുന്നത് എന്തായിരുന്നു? ഡിഫറെന്റ് മോണോമേഴ്സ് ആണെന്ന് പറഞ്ഞു. എന്താ ഡിഫറെന്റ് മോണോമേഴ്സ്? അത് കമ്പൈൻ ചെയ്ത് നമ്മൾ ഒന്നിച്ചെടുക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് എന്ത്? കണ്ടൻസേഷൻ പോളിമർ. കണ്ടൻസേഷൻ പോളിമറിന്റെയും ഈ ടേബിൾ ഈ രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ? ഫീനോൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. മോണോമേഴ്സ് തന്നിട്ട് ഏത് പോളിമർ ആണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ പോളിമർ തന്നിട്ട് എന്താ ഇതിന്റെ യൂസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് എക്സാമ്പിൾ ആയിട്ടും ചോദിക്കാം. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കണ്ടൻസേഷൻ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തെർമൽ ക്രാക്കിംഗ് ആണ്. തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രോ കാർബൺ കാണും, അതിനെ നമ്മൾ ചൂട് കൊടുത്ത് സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് 2 രീതിയിലാണ് അത് സ്പ്ലിറ്റ് ആവുന്നത്. എങ്ങനെയാ? ഒന്ന് വരുന്നത് സിംഗിൾ ബോണ്ടും 2 ഡബിൾ ബോണ്ടും ആണ് വരുന്നത്. ദ ഹയർ ഹൈഡ്രോ കാർബൺസ് ഓൺ ഹീറ്റിംഗ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ടു ഫോം ലോവർ ഹൈഡ്രോ കാർബൺസ്. നമുക്കറിയാം, ഹൈഡ്രോ കാർബൺസ് കൊടുത്തിട്ട് നമ്മൾ പൊട്ടിച്ചു അല്ലെ. തെർമൽ എന്ന് പറഞ്ഞ ഹീറ്റ് ആണെന്ന് നമുക്കറിയാം. അത് ചൂട് കൊടുത്ത് പൊട്ടിച്ച് 2 രീതിയിലാക്കും. ഒന്ന് സിംഗിൾ ബോണ്ട്, ഒന്ന് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട്. ഇങ്ങനെയാണ് ആക്കുന്നത്. ദ പ്രോഡക്റ്റ് കണ്ടെയ്ൻ സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഞാൻ പറഞ്ഞു, സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ട് ആണ് വരുന്നത്, അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. ഇതാണ് വരുന്നത് തെർമൽ ക്രാക്കിംഗ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കമ്പഷൻ ഓഫ് റിയാക്ഷൻ ആണ്. കമ്പഷൻ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻ കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസ് കമ്പൈൻ വിത്ത് ഓക്സിജൻ ആൻഡ് ഫോം കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. നമുക്കറിയാം, കമ്പഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിലുള്ള വേസ്റ്റ് ഇട്ട് കത്തിക്കുന്നു, കരിയിലെല്ലാം പേപ്പർ ഇട്ട് കത്തിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ വാട്ടർ വേപ്പർ വരുന്നുണ്ട്, അതുകൊണ്ടാണ് വാട്ടർ എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്, ചെറിയ രീതിയിൽ ചൂട്, പിന്നെ ലൈറ്റും ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഈ കമ്പഷന്റെ ഇത് വരുമ്പോൾ പ്രോഡക്റ്റ് നിങ്ങൾ എഴുതേണ്ട 4 എണ്ണം. ഒന്ന് ലൈറ്റ്, ഹീറ്റ്, പിന്നെ CO2 ആൻഡ് വാട്ടർ. ഇവിടെ നമ്മൾ CH4 + 2O2 ആണ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ CO2 + 2H2O + ഹീറ്റ് ആണ്, പ്ലസ് ലൈറ്റും കൂടെ ഉണ്ട്. ഇതാണ് കമ്പഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞു, ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഈ ചാപ്റ്ററിനകത്ത് 5 ടൈപ്പ് ഓഫ് റിയാക്ഷൻസും 3 ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ മെത്തേഡ്സും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സം ഇമ്പോർട്ടൻറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 5 എണ്ണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 5 ടൈപ്പ് ഓഫ് റിയാക്ഷൻസും കംപ്ലീറ്റ് ചെയ്തു വിത്ത് എക്സാമ്പിൾ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ? സം
ഇമ്പോർട്ടൻറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഗാനിക് കെമിസ്ട്രി എന്താന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. അതിനകത്ത് കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയാം, അല്ലെങ്കിൽ ഓർഗാനിക് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഈ ഓർഗാനിക് റിയാക്ഷനകത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഒന്നാമതായിട്ട് പറയുന്നതാണ് മെത്തനോൾ. എന്താണ് വരുന്നത്? മെത്തനോൾ. ഈ മെത്തനോളിന് നമ്മൾ എഴുതുന്നത് CH3OH. ഈ നിങ്ങൾ ശ്രദ്ധിക്കണം, OH വന്നിട്ടുണ്ടെങ്കിൽ അത് ആൽക്കഹോൾ ഫാമിലി ആയിരിക്കും. OH വന്നിട്ടുണ്ടെങ്കിൽ അതെന്താ? ആൽക്കഹോൾ ഫാമിലിയാണ്. നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട് ഫാമിലിയെ കുറിച്ചൊക്കെ ഇല്ലേ? ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ദി ആൽക്കഹോൾ ഫാമിലി ഈസ് മെത്തനോൾ ഓർ മീഥൈൽ ആൽക്കഹോൾ. CH3OH എന്ന് പറയുന്നതാണ്. ഇത് എഴുതിയല്ലോ. ഇനി നമ്മൾ പറയുന്നത് ഇതിനെ പ്രിപ്പയർഡ് ബൈ, അതായത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3 മാർക്കിന് ചോദിക്കാം. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. ഈ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എത്ര മാർക്കിന് ചോദിക്കാം? 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാം. കുറെ തവണ ചോദിച്ച് നമ്മൾ കണ്ടിട്ടുമുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് കാർബൺ മോണോക്സൈഡ് വിത്ത് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ കാർബൺ മോണോക്സൈഡ് വിത്ത് ഹൈഡ്രജൻ ട്രീറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് മെത്തനോൾ കിട്ടുന്നത്. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മെത്തനോൾ എന്ന് പറയുമ്പോൾ ഇതും നിങ്ങൾ ഓർക്കണം. അതായത് CO+2H2 ഗീവ്സ് കാറ്റലിസ്റ്റ് 573 കെൽവിനിലാണ് ഹീറ്റ് കൊടുക്കുന്നത്. അന്നേരം CH3OH ഉണ്ടാവുന്നത്. അതാണ് നമ്മുടെ മെത്തനോൾ എന്ന് പറയുന്നത്. എന്ത്? മെത്തനോൾ. ഓക്കെ ആണല്ലോ. ഇനി മെത്തനോൾ യൂസ് ചെയ്യുന്ന വാർണിഷിന്, പെയിന്റിന്, നമുക്കറിയാം വീട് വാങ്ങിച്ചു വെക്കുമ്പോൾ അല്ലെങ്കിൽ വീട് വെച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും എവിടം വരെ പണിയെന്ന് ചോദിക്കുമ്പോൾ പറയും വാർണിഷ് അടിക്കുന്നതേ ഉള്ളൂ, വാർണിഷ് അടിച്ചില്ല. അത് നമുക്കൊരു പ്രൊട്ടക്ഷൻ പോലെ. അതായത് ചെലന്തിയോ അല്ലെങ്കിൽ ഈ ചെതല് അങ്ങനത്തെ സാധനങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വാർണിഷ് അടിക്കും അല്ലെ? അതാണ് വാർണിഷ് അല്ലെങ്കിൽ പെയിന്റ് എന്ന് പറയുന്നത്. ഇനി മാനുഫാക്ചറിങ് ഓഫ് ഫോർമിക് ആസിഡ്. ഇത് ഇത്രയുമാണ് മെത്തനോളിന്റെ കേസ് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് മെത്തനോൾ എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എത്തനോൾ ആണ്. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സ് 3 എണ്ണം ഉണ്ട്. എന്തൊക്കെയാ? മെത്തനോള്, എത്തനോള്, എത്തനോയിക് ആസിഡ് അല്ലെ? അപ്പൊ നമുക്ക് ഇനി 2 ടോപ്പിക്കും കൂടെ കഴിഞ്ഞ് ചാപ്റ്റർ തീർന്നു. 4 മാർക്ക് സെറ്റ് അല്ലേ? അപ്പൊ മിസ് പറയുന്നത് എത്തനോളിനെ കുറിച്ചാ. എത്തനോൾ എന്ന് പറഞ്ഞാൽ ഈ CH3CH2OH, CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, OH. നിങ്ങൾ ആലോചിക്കണം, ഈ OH ലാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് എത്തനോൾ ആണ്. എന്താണ്? എത്തനോൾ. ഈ OH വന്നിട്ടുണ്ടെങ്കിൽ മെത്തനോളിന്റെ കേസിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൽക്കഹോൾ ആണെന്ന് അല്ലെ? അപ്പൊ നമ്മൾ ഈ എത്തനോളിനെ ഗ്രേപ്പ് സ്പിരിറ്റ് എന്നാണ് വിളിക്കുന്നത്. മറ്റേതിനെ മെത്തനോളിനെ എന്താ? വുഡ് എന്നാണ് വിളിക്കുന്നത്. അത് മക്കൾ മറന്നു പോകരുത്. ഇനി ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. മിസ് പറയാം ഈ എത്തനോളിനെ കുറിച്ച്. ഈ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വലിയ വലിയ ക്ലാസ്സുകളിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും അല്ലെ? പിന്നെ മിസ് ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ എത്തനോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മുടെ മെഡിസിൻസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചുമ വരുമ്പോൾ നമ്മൾ സിറപ്പ് കുടിക്കും അല്ലെ? ഈ സിറപ്പിന്റെ ബാക്കിൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആരും അധികം ചെക്ക് ചെയ്യാറില്ല, പക്ഷെ ചെക്ക് ചെയ്യണം അല്ലെ? ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ചില സിറപ്പിനകത്ത് എത്തനോൾ ഇത്ര % യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് മെഡിസിനിൽ വലിയൊരു മേജർ ഒരാളാണ് നമ്മുടെ എത്തനോൾ എന്ന് പറയുന്നത്. അപ്പൊ മറക്കരുത്. എത്തനോൾ എന്ന് പറയുന്നത് നമ്മള് ഈ C12H22O11 എന്ന് പറയുന്ന ഷുഗർ സൊല്യൂഷനാണ്. എന്താണ് മക്കളെ? ഷുഗർ സൊല്യൂഷൻ. ഈ ഷുഗർ സൊല്യൂഷൻ എന്താ? നമ്മൾ കരിമ്പെടുത്തു, കരിമ്പിൻ ജ്യൂസ്. അതിനകത്ത് എന്താ? ആ എടുക്കുന്ന ജ്യൂസിനകത്ത് 12 കാർബൺ, 22 ഹൈഡ്രജൻ, 11 ഓക്സിജൻ കാണും. എത്ര കാർബൺ കാണും? 12. എത്ര ഹൈഡ്രജൻ കാണും? 22. എത്ര ഓക്സിജൻ ആണ്? 11 ഓക്സിജൻ. ഇത് നമ്മൾ ഈസ്റ്റ്, നമുക്കറിയാം ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി അല്ലെങ്കിൽ അപ്പം, ഇതൊക്കെ നമ്മൾ തലേന്നേ നമ്മൾ എന്ത് ചെയ്യും? അരി അരച്ച് ഇട്ട് വെക്കും. അതിനകത്ത് ചില അമ്മമാര് ചെയ്യും, അതായത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പത്തിനകത്ത് അല്ലെ ഈസ്റ്റ് ആഡ് ചെയ്യും. എന്തിന് ഈസ്റ്റ് ആഡ് ചെയ്യുന്നത്? വേഗം പൊങ്ങി വരാൻ. എന്താ? നമ്മൾ ആ കെമിക്കൽ റിയാക്ഷൻ കുറച്ച് സ്പീഡപ്പ് ആക്കാൻ നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യും. മക്കൾക്ക് എല്ലാവർക്കും അറിയാം കാറ്റലിസ്റ്റ്. അപ്പൊ ഈസ്റ്റിനകത്തുള്ള 2 എൻസൈം ആണ് ഈ 2 എൻസൈം. ഈസ്റ്റിനകത്തുള്ള എൻസൈംസ് ആണ് ഈ 2 എണ്ണം. ഒന്നാമത്തെ എൻസൈമും രണ്ടാമത്തെ എൻസൈമും, ഇൻഹിബിറ്റേസ് എൻസൈമും സൈമേസ് എൻസൈമും. ഓക്കെ ആണല്ലോ. ആദ്യം നമ്മുടെ ഷുഗർ സൊല്യൂഷനകത്തോട്ട് ഈസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഷുഗർ സൊല്യൂഷനകത്തോട്ട് ഈസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇൻഹിബിറ്റേസ്
എൻസൈമാണ് ആദ്യം റിയാക്ട് ചെയ്യുന്നത്. റിയാക്ട് ചെയ്ത് നമുക്ക് C6H12O6 അങ്ങനെ നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. ഇത് ഗ്ലൂക്കോസ് ആണ്, ഇത് ഫ്രക്ടോസ് ആണ്. എന്നിട്ട് ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് പിന്നെ റിയാക്ട് ചെയ്യുന്ന രണ്ടാമത്തെ എൻസൈമായിട്ട് നമ്മുടെ C6H12O6. അത് സൈമേസ് എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എത്തനോൾ കിട്ടുന്നു. എന്ത് കിട്ടി? നമുക്ക് 2 എത്തനോൾ കിട്ടി ഇല്ലേ? എത്തനോൾ മാത്രമാണ് നമുക്ക് കിട്ടിയ? അല്ല, നമുക്ക് 2 കാർബൺ ഡയോക്സൈഡും കിട്ടി. കാർബൺ ഡയോക്സൈഡ്. അപ്പൊ എത്തനോള് സെറ്റ് അല്ലേ മക്കൾക്ക്? ഇനി മിസ് പറയാൻ പോകുന്നതാണ് എത്തനോയിക് ആസിഡ്. എന്താണ് മിസ് പറയാൻ പോകുന്നതാണ്? എത്തനോയിക് ആസിഡ്. അപ്പൊ ഈ എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞ എന്താ? മക്കളുടെ എല്ലാവരുടെയും വീട്ടിൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടില് എത്തനോയിക് ആസിഡ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാ മിസ് ഞങ്ങളുടെ വീട്ടിൽ ആസിഡ് ഒന്നും ഇല്ലല്ലോ? നിങ്ങളുടെ വീട്ടില് നമ്മുടെ കിച്ചണിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിനാഗിരി കാണും അല്ലെ? ഈ വിനാഗിരി എന്ന് പറയുന്നത് അസിറ്റിക് ആസിഡ് ആണ്. എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അസിറ്റിക് ആസിഡ് ആണെന്ന് പറയാം. എന്താണ് അസിറ്റിക് ആസിഡ്? അപ്പൊ വിനാഗിരിക്കകത്ത് എത്ര എത്തനോയിക് ആസിഡ് കാണും? 5 to 8%. 5 to 8% എന്താ? അസിറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ കാണാം. അപ്പൊ എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COH. മക്കള് നോക്കണം, ഈ CH3COH എന്ന് പറഞ്ഞ എത്തനോയിക് ആസിഡ് ആണെന്ന് മിസ് പറഞ്ഞു അല്ലെ? നമ്മുടെ 3ാമത്തെ ഓർഗാനിക് കോമ്പൗണ്ട് ആണ് നമ്മൾ പറഞ്ഞത്. ഈ ചാപ്റ്റർ തീർന്നു അല്ലെ? അപ്പം മെത്തനോള് CH3 സിംഗിൾ ബോണ്ട് OH എന്താണെന്ന് എന്റെ മക്കൾക്ക് അറിയാം. മെത്തനോള്. ഈ മെത്തനോളും കാർബൺ മോണോക്സൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? എത്തനോയിക് ആസിഡ് കിട്ടുന്നു. ഈ ഇക്വേഷൻ ഇതേപോലെ പഠിക്കുക. ഞാൻ ഒന്നും കൂടെ മിസ് പറയാണ്, ഇത് ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. 5 റിയാക്ഷനും 3 ഓർഗാനിക് കോമ്പൗണ്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്റർ സെറ്റ് അല്ലേ? 4 മാർക്കാണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ഇനി മിസ് ലാസ്റ്റ് ടോപ്പിക് പറയാ. ലാസ്റ്റ് ടോപ്പിക് എന്താ മക്കളെ? എസ്റ്റേഴ്സ്. ഇതും മിസ് പറയാം. നിങ്ങൾക്ക് എല്ലാവരുടെയും കയ്യിൽ, എന്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലും ഉണ്ട് എസ്റ്റേഴ്സ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, എങ്ങനെയാ മിസ് ഞങ്ങളുടെ കയ്യിൽ എസ്റ്റേഴ്സ് ഉള്ളതെന്ന് അല്ലെ? ഈ എസ്റ്റേഴ്സ് എന്ന് പറയുന്ന COO ആണ് നമ്മൾ എസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് COO? അപ്പൊ ഞാനൊരു മക്കളോട് ചോദിച്ചോട്ടെ, എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ മിസ് പറഞ്ഞു നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിലുണ്ടെന്ന്. എങ്ങനെയാണ് എസ്റ്റേഴ്സ് ഉള്ളത്? പെർഫ്യൂം, അത്തർ ഇല്ലേ? ചില ആൾക്കാർ അത്തർ യൂസ് ചെയ്യും, ചില ആൾക്കാർ പെർഫ്യൂം യൂസ് ചെയ്യും. ഇതിൽ തന്നെ നമുക്ക് ചെറി ഫ്ലേവർ, മാംഗോ ഫ്ലേവർ അല്ലെങ്കിൽ പൈനാപ്പിൾ ഫ്ലേവർ അല്ലെ? ഇഷ്ടംപോലെ ഫ്ലേവേഴ്സിൽ നമുക്ക് പെർഫ്യൂംസ് കിട്ടും. നല്ല മണത്തിനെ നമ്മൾ പറയുന്നതാണ് എസ്റ്റേഴ്സ് എന്ന്. ഈ എസ്റ്റേഴ്സ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? കാർബോക്സി ആസിഡും അതേപോലെ ആൽക്കഹോളും റിയാക്ട് ചെയ്യുന്നു. അപ്പൊ കിട്ടുന്നതാണ് നമുക്ക് എസ്റ്റേഴ്സ്. ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? എസ്റ്ററിഫിക്കേഷൻ. കാർബോക്സി ആസിഡും അതേപോലെ ആൽക്കഹോളും കൂടെ ചേർന്നിട്ടാണ് നമുക്ക് എസ്റ്റേഴ്സ് കിട്ടുന്നത്. നമുക്കറിയാം പെർഫ്യൂമിനകത്തും ആൽക്കഹോൾ ഉണ്ട്. അപ്പൊ എസ്റ്റേഴ്സ് കിട്ടി. ഈ എസ്റ്റേഴ്സ് നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കും? എസ്റ്ററിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ? ഇനി ഒരു എക്സാമ്പിൾ ആണ് മിസ് പറഞ്ഞത്. ഓക്കെ, CH3 സിംഗിൾ ബോണ്ട് COH പ്ലസ് HO സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇവിടുന്ന് വാട്ടർ പോയി. അപ്പൊ എന്ത് കിട്ടി? CH3 സിംഗിൾ ബോണ്ട് COO സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഈ COOനെ നമ്മൾ എന്താന്ന് വിളിക്കുന്നത്? എസ്റ്റേഴ്സ്. ഈ റിയാക്ഷനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? എസ്റ്റേഴ്സ് നടക്കുന്നുണ്ടെന്ന് മിസ് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മുടെ എല്ലാ ടോപ്പിക്കും പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മുടെ 5 റിയാക്ഷൻസ് പറഞ്ഞു, 3 ഓർഗാനിക് കോമ്പൗണ്ട്സ് പറഞ്ഞു, പിന്നെ എസ്റ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക്കും മിസ് പറഞ്ഞു ഇല്ലേ? എല്ലാം മിസ് പറഞ്ഞു. ഈ ചാപ്റ്ററിലെ 4 മാർക്ക് മക്കൾക്ക് സെറ്റ് അല്ലേ? അപ്പൊ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.